السلام عليكم ورحمة الله وبركاته. حديث طارق. وعن أبي سعد بن مالك بن سنان الخدري رضي الله عنه أن نبي الله صلى الله عليه وسلم قال: كان في من كان قبلكم رجل قتل 99 نفسا فسأل عن أعلم أهل الأرض فدل على راهب فأتاه فقال: إنه قتل 99 نفسا فهل له من توبة؟ فقال: لا. فقتله فكمل به 100 نفس. ثم سأل عن أعلم أهل الأرض فدل على رجل عالم فقال: إنه قتل 100 نفس فهل له من توبة؟ فقال: نعم. ومن يحول بينه وبين التوبة انطلق إلى أرض كذا وكذا فإن بها أناسا يعبدون الله تعالى فاعبد الله معهم ولا ترجع إلى أرضك فإنها أرض سوء. فانطلق حتى إذا نصف الطريق أتاه الموت فاختصمت فيه ملائكة الرحمة وملائكة العذاب. فقالت ملائكة الرحمة: جاء تائبا مقبلا بقلبه إلى الله تعالى. وقالت ملائكة العذاب: إنه لم يعمل خيرا قط. فأتاهم ملك في صورة آدمي فجعلوه بينهم أي حكما. فقال: قيسوا ما بين الأرضين فإلى أيتهما كان أدنى فهو له. فقاسوا فوجدوه أدنى إلى الأرض التي أراد فقبضته ملائكة الرحمة. متفق عليه. حديث الدثالة أبو سعيد الخدري رضي الله عنه നിവേദനം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, 99 പേരെ കൊലപ്പെടുത്തിയ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നന്നാകണമെന്നൊരു തോന്നൽ. അങ്ങനെ ഭൂലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതനെ കുറിച്ച് അയാൾ അന്വേഷിച്ചു. ഒരു പുരോഹിതനെ കുറിച്ച് വിവരം കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു: ഞാൻ 99 വ്യക്തികളെ കൊന്നിട്ടുണ്ട്, തൗബയുണ്ടോ എനിക്ക്? പണ്ഡിതൻ പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഇല്ല. അങ്ങനെ അദ്ദേഹത്തെയും കൊന്നു, 100 പൂർത്തിയാക്കി. വീണ്ടും വലിയൊരു പണ്ഡിതനെ അന്വേഷിച്ച് അയാൾ നടന്നു. അവസാനം ഒരു പണ്ഡിതനെ അദ്ദേഹം കണ്ടുമുട്ടി. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ 100 വ്യക്തികളെ കൊന്നിട്ടുണ്ട്, തൗബയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഉണ്ട്. ആരാണ് നിന്റെയും തൗബയുടെയും ഇടയിൽ, അള്ളാഹുവിന്റെയും ഇടയിൽ മറയിടുന്നത്? നിനക്ക് തൗബയുണ്ട്, പക്ഷേ ഒരു നിബന്ധന. നീ ഇത്രയും കാലം ജീവിച്ച ആ മലീമസമായ ചുറ്റുപാടിൽ, പാപികളായ ആളുകളുടെ നാട്ടിൽ നീ ഒരിക്കലും താമസിക്കാൻ പാടില്ല. നീ ഇന്ന ഭൂമിയിലേക്ക് പോകണം, ഇന്ന രാജ്യത്തേക്ക് പോകണം. അവിടെ അള്ളാഹുവിനെ ആരാധിച്ചു കഴിയുന്ന നല്ല മനുഷ്യന്മാരുണ്ട്, അവരുടെ കൂടെ നീയും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിയുക. പഴയ സ്ഥലത്തേക്ക് നീ മടങ്ങാൻ പാടില്ല. ഇതായിരുന്നു നിബന്ധന. പണ്ഡിതന്റെ വാക്ക് കേട്ട് പശ്ചാത്താപവിവശമായ ഹൃദയത്തോടെ അയാൾ ആ നാട്ടിലേക്ക് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വഴിമധ്യെത്തിയപ്പോൾ അദ്ദേഹത്തെ മരണം പിടികൂടി. ആ സമയത്ത് റഹ്മത്തിന്റെ മലായിക്കത്തുകളും ശിക്ഷയുടെ മലായിക്കത്തുകളും എത്തിച്ചേർന്നു അവകാശവാദവുമായി. റഹ്മത്തിന്റെ മലായിക്കത്തുകൾ പറഞ്ഞു, ഇദ്ദേഹം കഴിഞ്ഞുപോയ പാപങ്ങളിൽ നിന്നൊക്കെ ഖേദിച്ച് അള്ളാഹുവിലേക്ക് മുന്നിട്ട് തൗബ ചെയ്തു വന്നവനാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ജീവിതകാലത്ത് ഇന്നുവരെയും ഒരു നന്മ പോലും ചെയ്യാത്തവനാണ് ഇവൻ, അതുകൊണ്ട് ഇവൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടവനാണ്. 2 വിഭാഗം മലക്കുകളും തമ്മിൽ തർക്കം തുടരുന്നതിനിടെ മറ്റൊരു മലക്ക് ഒരു ജഡ്ജിയുടെ രൂപത്തിൽ, വിധികർത്താവിന്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ മരിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് 2 ഭൂമിയിലേക്കും 2 രാജ്യത്തേക്കുമുള്ള ദൂരം നിങ്ങൾ അളക്കുക. ഇദ്ദേഹം പുറപ്പെട്ട സ്ഥലത്തേക്കാണ് അടുത്തതെങ്കിൽ അയാൾ അതിന്റെ അവകാശിയാണ്. എത്തിച്ചേരാനുള്ള രാജ്യത്തേക്കാണ് ഇദ്ദേഹം അടുത്തിരിക്കുന്നതെങ്കിൽ അവരുടെ കൂടെയാണ്. അളന്നു നോക്കുമ്പോൾ ഫവജദൂഹു അദ്നാ ഇലൽ അർദില്ലത്തി അറാദ. അദ്ദേഹം ഏതൊരു രാജ്യത്തെ ലക്ഷ്യം വെച്ചാണോ പുറപ്പെട്ടത് ആ രാജ്യത്തേക്ക് ഒരൽപ്പം, ഒരു ചാൺ അദ്ദേഹം അടുത്തിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചു, അദ്ദേഹം നല്ലവരിൽപ്പെട്ടവനാണ്, നല്ലവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. റഹ്മത്തിന്റെ മലായിക്കത്തുകൾ അദ്ദേഹത്തെ ഏറ്റുവാങ്ങി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ എത്ര വലിയ പാതകം ചെയ്താലും അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി തൗബയുടെ നിബന്ധനകൾ പൂർത്തിയാക്കി നിഷ്കളങ്കമായ ഖേദത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ
അള്ളാഹു അവന്റെ തൗബ സ്വീകരിക്കും. പക്ഷേ മനുഷ്യനെ പലപ്പോഴും തെറ്റുകളിലേക്ക് വലിച്ചിഴക്കുന്നത് അവന്റെ സാഹചര്യങ്ങളാണ്, അവന്റെ ചുറ്റുപാടുകളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ തൗബ അർത്ഥവത്താകണമെങ്കിൽ, നേരത്തെ ജീവിച്ചിരുന്ന മലീമസമായ ചുറ്റുപാട് ഒഴിവാക്കി നല്ലൊരു മാർഗത്തിലേക്ക് അവന് മടങ്ങണമെന്നുണ്ടെങ്കിൽ, ആ നല്ല ജീവിതം അവന് തുടരണമെന്നുണ്ടെങ്കിൽ, നല്ലവരോടൊപ്പം നല്ല സാഹചര്യങ്ങളുമായി അവൻ ഇണങ്ങിച്ചേരേണ്ടതുണ്ട്. തെറ്റുകൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. എല്ലാവരിൽ നിന്നും ധാരാളം തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് നിർവ്യാജം ഖേദിച്ചു മടങ്ങി എപ്പോഴും തൗബ ചെയ്ത് മരണത്തിനുള്ള ഒരു തയ്യാറെടുപ്പിലാകണം നാം. നാളെ എന്ന് കരുതി മാറ്റിവെക്കാനുള്ളതല്ല തൗബ. മറിച്ച് തെറ്റുകൾ സംഭവിച്ചു പോയാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് മടങ്ങി അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി ഭാവി ജീവിതം സുരക്ഷിതമാക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ബാധ്യത. അള്ളാഹു നമുക്കൊക്കെ അതിന് അവസരം നൽകുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.